ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ ഫസ്റ്റത്തെ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് വർക്ക് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ജസ്റ്റ് ബെഡൊക്കെ ഒന്ന് വിരിച്ചു. ഇനി നമുക്ക് പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകണം. അപ്പോൾ ഞാൻ ഇന്ന് വർക്ക് ചെയ്യാൻ വരുമ്പോൾ ഞാൻ വിചാരിച്ചാൽ ഒരു ഈവനിങ് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വർക്ക് ചെയ്യാൻ വന്നാൽ ഞാൻ മെയിനായിട്ട് ഞാൻ റൂം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. മീൻസ് ക്ലീൻ ആക്കും. കാരണം ഞാൻ വർക്കിന് പോകുമ്പോൾ ഫാസി കിടന്ന് ഉറങ്ങായിരിക്കും. അപ്പോൾ എനിക്ക് ബെഡൊന്നും വിരിച്ചിട്ടല്ല പോകാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ബെഡ് വിരിക്കുന്നത്. ഇന്ന് നല്ല ചൂടുണ്ട് കേട്ടോ. ഭയങ്കര ഒരു പുഴുങ്ങുന്ന പോലത്തെ ഒരു ചൂടിന്ന്. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് കിച്ചണിലേക്ക് പോവാം. ഞാൻ ചെറിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ഒരു 3 തട്ട് വരുന്ന ബാസ്ക്കറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ കാണിക്കാം കേട്ടോ. അത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ മാനേജർ തന്നതാണ് കേട്ടോ. പുള്ളിക്കാരൻ നാട്ടിൽ പോയി വരുമ്പോൾ എല്ലാ സ്റ്റാഫിനും ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ എനിക്കും തന്നിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ഫ്രിഡ്ജാണ്. അപ്പം ഞാൻ കിച്ചണിൽ വന്നിട്ട് ഇതാ എല്ലാം സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കിംഗ് വീഡിയോ ഞാൻ കംപ്ലീറ്റ് ഒന്നും എടുക്കുന്നില്ല, ചെറിയ ഷോർട്ട് എടുക്കുന്നുള്ളൂ. നിങ്ങൾ ബോറടിക്കേണ്ട. പെപ്പറും ഉപ്പും ഇട്ടിട്ട് ബീഫ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് സാൻഡ്വിച്ചിന് റാപ്പിനൊക്കെ മസാല ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്ത് വെക്കണം. അപ്പം അതിനുവേണ്ടി പൊടികളൊക്കെ ബേസിക് ആയിട്ടുള്ള പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനെന്താ ഗ്ലൗസ് ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് മസാല ഒക്കെ കുഴച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നഖത്തിനുള്ളിലൊക്കെ കയറി മഞ്ഞ കളറായിരിക്കും. അപ്പോൾ പൗഡർ ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കുറേ അപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ മൈൻഡ് ആക്കണ്ട കേട്ടോ, അങ്ങനെ വരുന്നതാണ് ഓട്ടോമാറ്റിക്. പിന്നെ ഞാൻ പറയാൻ വന്നത്, ഞാനിങ്ങനെ മസാലയും ഇതൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുക. അതാകുമ്പോൾ രാവിലെ പോകുമ്പോൾ നല്ല എളുപ്പമായിരിക്കും റാപ്പ് ഉണ്ടാക്കാനും സാൻഡ്വിച്ച് ഉണ്ടാക്കാനൊക്കെ. റൈസ് ഉണ്ടാക്കും. കൂടുതലും ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനത്തെ സംഭവങ്ങളാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഫാസിക്കും കൂടുതൽ ഇഷ്ടം സാൻഡ്വിച്ചൊക്കെയാണ് ഇപ്പം കൂടുതലും ആൾക്കിഷ്ടം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി വെക്കുകയാണ്. കൂട്ടിയിടുന്നതിലും നല്ലത് പെട്ടെന്ന് ഇങ്ങനെ കഴുകി പോകുന്നതാണ്. ഈ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ സൗണ്ട് ഒട്ടും റെഡിയല്ല. എനിക്ക് നല്ല ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നു 2 ദിവസത്തെ ഈവനിങ് വീഡിയോ ആയിട്ട് ഇടാന്നൊക്കെ. പക്ഷേ 2ാമത്തെ ദിവസമായപ്പോഴത്തേനും എനിക്ക് നല്ല പണി കിട്ടി. ഒട്ടും വയ്യായിരുന്നു കേട്ടോ. നല്ല ത്രോട്ട് പെയിനും പിന്നെ എൻ്റെ സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്നാൽ ഒന്നും കൂടി ബെറ്ററാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ. മറ്റേ തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവേണ്ടതെന്നൊക്കെ അറിയില്ല. ചിലപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നും, ക്ഷമിക്കാം. അപ്പോൾ ഞാൻ ബീഫിൻ്റെ മസാല ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് സിമ്മിലിട്ട് ഇങ്ങനെ ജസ്റ്റ് വെച്ചതാണ് കേട്ടോ. ഓട്ടോമാറ്റിക് തന്നെ റെഡി ആയിക്കോളും. ഓൾമോസ്റ്റ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നാൽ കായ്പോള ഉണ്ടാക്കാമെന്ന്. ഫാസ്റ്റ് വരുമ്പോഴത്തേന് ചായക്ക് എന്തെങ്കിലും കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, പഴയ വീഡിയോ. അപ്പോൾ ഒന്ന് പോയി നോക്കാം. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കന് മാരിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊട്ടാറ്റോ ഇട്ടിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ചിക്കൻ റോസ്റ്റിൽ. ഞാൻ സാധാരണ ഞാൻ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി പുറത്തിരുന്നിട്ടാണ്, അതായത് നമ്മൾ ഭാഷ പറയുകയാണെങ്കിൽ പുറത്തിരുന്നിട്ടാണ് ചായ കുടിക്കുന്നത്. കായ്പോള ഉണ്ടാക്കി ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ നിഷ നല്ല കായ്പോളയും ചായയും ഒരുപാട് സാൻഡ്വിച്ചിന്റെ മസാലാസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കായ്പോള കേട്ടോ. അത് ചായയും കുടിക്കാൻ നിഷ ഒരുപാട് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് നിഷ ഫുഡിന്റെ കാര്യത്തിൽ ഒരു സംഭവമാണ്. ബൈക്ക് പോകുന്നുണ്ട് ഇപ്പൊ വെച്ചിട്ടില്ല. മൂടുണ്ടാവണം, പക്ഷെ മൂടുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കണം. കാണിച്ചില്ല. നിന്റെ റെസിപ്പി ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയ സമയത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ വേണ്ടവര് പോയിട്ട് കിട്ടും. ഒരുപാട് കുക്കിങ്ങിന്റെ വീഡിയോസ് ഉണ്ട്. ഫസ്റ്റത്തെ വീഡിയോ ഫുള്ള് കുക്കിംഗ് ആണ്. ആ സെയിം റെസിപ്പി ആണ്, വേറെ മാറ്റമൊന്നുമില്ല.
അടിപൊളി. ചായ അടിച്ചതിന് ശേഷം ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. ഗീ റൈസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഗീ ഒന്നും ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഏറ്റവും എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ റോസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി വന്നിട്ട് ഞാൻ റൂമിൽ റിലാക്സ് ചെയ്യാണ്. ഫുഡ് ടിഫിനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ബോക്സ് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം രാത്രി 11 മണിയായിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം. ഞാൻ ഫുഡെല്ലാം ടിഫിനിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് റൂമിൻ്റെ അകത്ത്. ഇവിടെ നമുക്ക് റൂമിൻ്റെ അകത്താണ് കേട്ടോ ഫ്രിഡ്ജ് വരുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഞാനിന്ന് ജിമ്മിലൊന്നും പോയില്ല. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ നിന്നപ്പോൾ കുറച്ച് ടൈം ലേറ്റ് ആയിപ്പോയി. ഒരെണ്ണം ഉണ്ടാക്കാന്ന് വിചാരിച്ചു നിന്നാ പിന്നെ എന്തായാലും കുക്കിങ്ങിൽ ഇറങ്ങിയില്ല. വെറുതെ ഇനി നാളെയും പോയി കുക്ക് ചെയ്ത് സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഇന്ന് തന്നെ അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ച് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് റൈസ് അങ്ങനെ എന്തെങ്കിലും കുക്ക് ചെയ്താൽ മതിയാവും. പിന്നെന്താ പറയാമെന്നേ പിന്നെ ഫാസി വെള്ളം വാങ്ങാൻ വേണ്ടി ടെസ്കോയിലേക്ക് പോയതാണ്. ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ ടെസ്കോന്നാണ് വാങ്ങല്. ഇവിടുത്തെ വെള്ളം നല്ല വെള്ളമാണ്, പക്ഷെ കുടിക്കുമ്പോൾ ഒരു കട്ടി ഉള്ള പോലെ തോന്നും. അപ്പോൾ അത് കാരണം നമ്മൾ ടെസ്കോന്നാണ് കുടിക്കാൻ വെള്ളം വാങ്ങിച്ചിട്ടുള്ളത്. ഞങ്ങളൊരു ഫിൽറ്റർ വാങ്ങിച്ചിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടില്ല, അൺബോക്സ് ചെയ്തിട്ടില്ല. അൺബോക്സ് ചെയ്യണം. ഫിലിപ്സിൻ്റെ ആമസോണിൽ വാങ്ങിയതാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. പെട്ടിൽ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി അത് അതിൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ആവോ എന്നൊക്കെ. ഈവനിങ് വീഡിയോ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഈവനിങ് മൊത്തത്തിൽ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ മിക്കവാറും ഇത് നാളത്തെ ഈവനിങ്ങും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും കേട്ടോ ഇടുന്നുണ്ടാവുക. കാരണം നോർമലി ഇങ്ങനെയല്ല, നമ്മൾ ജിമ്മിലൊക്കെ പോകലുണ്ട്. ഞാൻ ജിമ്മിൽ പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്തോ പണിക്ക് കഴിയുമ്പോഴത്തേന് നേരം വൈകി. പിന്നെ എന്തായാലും ഇന്ന് പോലും നടക്കില്ല. സാധാരണ നമ്മളൊരു 9:30 ആകുമ്പോൾ മാക്സിമം ഒരു 9:30 അതിനുള്ളിൽ പോകും. രണ്ടാളും ഒരുമിച്ചാണ് കേട്ടോ പോല്. അപ്പം നാളത്തെ ഈവനിങ്ങും കൂടി കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇനി എനിക്കൊന്ന് മേലൊക്കെ കഴുകണം. മേലൊക്കെ കഴുകി സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. സ്കിൻ കെയർ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇടും, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് കിടന്നുറങ്ങണം. പറ്റുകയാണെങ്കിൽ ഞാൻ സ്കിൻ കെയർ കാണിക്കാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ക്ലെൻസർ വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സെറാവെ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സെറാവയാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഈ ഒരു ബ്രാൻഡിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് എനിക്ക് നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഇതായിട്ടാണ് തോന്നിയത് ഈ ബ്രാൻഡ്. അങ്ങനെ പ്രത്യേകിച്ച് മണങ്ങളൊന്നുമില്ല. സ്കിന്ന് കുഴപ്പമില്ലാണ്ട് നമ്മുടെ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ സിറം വന്നിട്ട് കോസാറെക്സിൻ്റെ സിറം, ലിപ് ബാം വന്നിട്ട് വാസ്ലിൻ്റെ ഇത് എമിലി പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ പുതിയത് വാങ്ങിച്ചതാണ്. ഈ സിറം ഞാൻ 2ാമത്തെ ബോട്ടിലാണ് എൻ്റെ. ആദ്യത്തെ ബോട്ടിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്ത് 2ാമത്തതും വാങ്ങിച്ച്. റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് വെച്ചാൽ ആണ്. അങ്ങനെ ഇത് യൂസ് ചെയ്ത് വല്ലാണ്ട് കളറ് വെക്കുന്നല്ല, നമ്മുടെ ഉള്ള സ്കിന്ന് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. എനിക്ക് പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്കൊക്കെ കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ മോയ്സ്ചറൈസറും നല്ല മോയ്സ്ചറൈസറാണ്. അപ്പോൾ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. ഇഷ്ടമായതുകൊണ്ട് ക്ലെൻസറും നല്ല ക്ലെൻസർ തന്നെയാണ്, നല്ല മൈൽഡായിട്ടുള്ള ഒരു ക്ലെൻസർ തന്നെയാണ്. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സ്കിൻ കെയറൊന്നുമല്ല, സിമ്പിൾ സ്റ്റെപ്പാണൊക്കെ. ഒരുപാട് പ്രോഡക്റ്റൊന്നും യൂസ് ചെയ്യാറുമില്ല. ഇപ്പോൾ ഈ കണ്ടതൊക്കെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ കണ്ണിൻ്റെ ചുറ്റും നല്ലോണം ഡാർക്കായിട്ടുണ്ട്. ഉറക്കത്തിൻ്റെ ചെറിയൊരു കുഴപ്പമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഞാൻ ലിപ് ബാമൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല സ്കിൻ കെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരാൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് വന്ന് സെറ്റ് ആയിരിക്കുകയാണ്. 30 വയസ്സായതുകൊണ്ട് 30 വയസ്സായതുകൊണ്ട് സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്.
ചെറുതായിട്ട് സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ സ്കിൻ കെയർ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ UK വന്നതിന് ശേഷമാണ് ഈ സ്കിൻ കെയർ എന്താ, കലോറി എന്താ, ഭക്ഷണം എങ്ങനെ കഴിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ നാട്ടിലെ പോലെ അല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലുമായി നമ്മൾ അഡാപ്റ്റ് ചെയ്ത് പോകും. അങ്ങനെ നൈറ്റ് റെറ്റിനോൾ എടുക്കും, അതേപോലെ തന്നെ മോർണിംഗ് സിങ്ക് ആൻഡ് സിനമൈഡ് എടുക്കും സെറം. ഞാൻ പറയണത് കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നത്. അതേപോലെ SPF 15 ഉള്ള സൺസ്ക്രീം രാത്രി, അതേപോലെ തന്നെ മോയ്സ്ചറൈസറുകളും. അങ്ങനെ ചെറിയൊരു സ്കിൻ കെയർ, അധികമായിട്ടൊന്നും ഇല്ല. അങ്ങനെ ചെറിയ മാത്രമല്ല സ്കിൻ കെയർ, ബോയ്സിനും സ്കിൻ കെയർ അത്യാവശ്യമാണ്. അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രായമായി വരുമ്പോൾ നമ്മുടെ മുഖത്ത് വ്രിങ്കിൾസ്, കാര്യങ്ങള്, ഒരു ചുളിവ്, ഒരു ബ്രൈറ്റ്നസ് കുറവൊക്കെ ഉണ്ടാവും. അതൊരു ഏജ് ആകുമ്പോൾ നമുക്ക് വരുന്നതാണ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൻ കെയർ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഇതിങ്ങനെ റിസർച്ച്, പല കാര്യങ്ങളെ പറ്റി ഞാൻ റിസർച്ച് ചെയ്യും. അങ്ങനെ ഒരു ഭ്രാന്തമായ ഒരു ചിന്തയിൽ റിസർച്ച് ചെയ്തപ്പോ സ്കിൻ കെയറിനെ കണ്ടപ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പൊ അങ്ങനെ ആണ് ഞാനത് ചെയ്തു തുടങ്ങിയത്. ഇപ്പൊ ഏകദേശം ഒരു 1 month ആയിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഭയങ്കര റിസൾട്ട് ഉണ്ട്. എന്റെ സ്കിൻ ഒരുപാട് ക്ലിയർ ആയി, ഒരുപാട് ഡെല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ ആണ് എന്റെ സ്കിന്ന്, പക്ഷെ ഡെല്ലായിരുന്നു. ഇപ്പൊ ഒന്നും കൂടി ബ്രൈറ്റ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കമ്പയർ ചെയ്യും എന്റെ പഴയ സ്കിന്ന് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ അപ്പോ എല്ലാവരും സ്കിൻ കെയർ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഫുഡിൽ ഇരിക്കുന്നുണ്ട്. ഫുഡാണ് മെയിൻ സംഭവം. അപ്പോ ഞാൻ ഏകദേശം വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ പണ്ട് കണ്ടവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ ഒരുപാട് പഴയ നിഷയുടെ വീഡിയോയിൽ പോയാൽ മനസ്സിലാവും. ഒരു നല്ല തടി ഉണ്ടായിരുന്നു. നല്ല തടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഞാൻ 105 കിലോ ഉണ്ടായിരുന്നു. 105 കിലോയിൽ നിന്ന് ഞാൻ ഇപ്പൊ ഉള്ളത് 76 കിലോ ആണ്. ഏകദേശം 29 കിലോന്റെ അടുത്ത്, 29 കിലോന്റെ അടുത്ത് ഞാൻ കുറച്ചു. അതും ഗ്രാജുവൽ ആയിട്ടാണ് ഞാൻ കുറച്ചിട്ടുള്ളത്. അത് അധികം വല്ലാണ്ട് കൂടിനെ പുഷ് ചെയ്തിട്ടോ ഞാൻ ലൈഫിൽ ഒരുപാട് സംഭവങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വെൽ ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കുറച്ചതാണ്. അപ്പോൾ അതിന്റെ ഒക്കെ ഒരു വീഡിയോ കണ്ടന്റ് ഒക്കെ നമ്മളെ നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്കും ഹെൽപ്പ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. നിഷ ഒരുപാട് തടി കുറച്ചു. നിഷ ഏകദേശം 10 കിലോയുടെ അടുത്ത് കുറച്ചിട്ടുണ്ട്. വരുന്ന വീഡിയോയിൽ നമുക്ക് ഞാൻ നിഷയുടെ അടുത്ത് പറയാറുണ്ട്. കാരണം നമ്മുടെ ഓരോ ഫുഡിന്റെ ബെനിഫിറ്റും, ഓരോ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എനർജി ലെവലും, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഫുഡിന്റെ അകത്ത്. അപ്പോൾ നമ്മൾ ഡയറ്റീഷ്യനോ ഡോക്ടറോ ഒന്നും അല്ല, പക്ഷെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടായ റിസൾട്ടും നമുക്കുണ്ടായ ഒരു എനർജി ഡിഫറൻസും നമുക്ക് കിട്ടിയ ഒരു പ്രൊഡക്ടിവിറ്റിയും ആ ഒരു സംഭവം ഫോളോ ചെയ്തിട്ടുള്ള, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി നമ്മുടെ വീഡിയോയില് നിശ്ചയം ചിലപ്പോൾ ഉൾപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞങ്ങളിങ്ങനെ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്കും ഇവിടെ വർക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര ബിസിയാണ് നിഷ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കിട്ടണ സമയത്ത് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ സംസാരിച്ചോണ്ടിരിക്കും. നമ്മള് കൂടുതലും ബേക്ക് ചെയ്തതും അതുപോലെ തന്നെ ഗ്രിൽഡ് ഫുഡൊക്കെയാണ് കഴിക്കുക. നമ്മള് വീട്ടിൽ തന്നെ കുക്ക് ചെയ്തിട്ട് നമുക്ക് ക്രേവിങ്സ് വരും. നാട്ടിലത്തെ ഫുഡൊക്കെ കഴിക്കാൻ തോന്നുമ്പോ ഇപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കി നെയ്ച്ചോറ്, ചിക്കൻ റോസ്റ്റ് ഒക്കെ മാക്സിമം അങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം എണ്ണ കുറയ്ക്കാൻ പറ്റുന്നത്ര കുറയ്ക്കും. തീരെ ഒഴിവാക്കുന്നല്ല, പക്ഷെ കുറയ്ക്കും. കൂടുതൽ നമ്മൾ ഈ ഫിഷ് ഒക്കെ ആണെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിന് പകരം നമ്മള് ഇങ്ങനെയായിട്ട് ചെയ്യല്ലേ. അപ്പോൾ ഈവനിങ്ങിന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഥ നീണ്ടു പോകുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങള് വരുന്ന വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ് വീഡിയോ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഈവനിങ് എനിക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. കാരണം ഇന്ന് ജിമ്മിൽ പോകല് നടന്നില്ല, രണ്ടാളും പോയിട്ടില്ല. കുക്കിങ്ങും കാര്യങ്ങളും കഴിയുമ്പോഴത്തേന് ലേറ്റായി. മിക്കവാറും ഞാൻ ഇത് 2 വീഡിയോ ആയിട്ട് 2 വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഒറ്റ വീഡിയോ ഒക്കെ ഇടായിരിക്കും. പക്ഷെ ഞാൻ എന്താ പറയുന്നത്, 2 ദിവസം വീഡിയോ എടുത്തിട്ട് ഒരു വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. പറ്റുകയാണെങ്കിൽ മോർണിംഗും കാണിക്കുക, അങ്ങനെ ഇടാന്നാ വിചാരിക്കുന്നത്. അല്ലെ 2 ദിവസത്തെ ഈവനിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടാട്ടോ ഞാന്. കാരണം ഇത് കംപ്ലീറ്റ് അല്ല. സാധാരണ നമ്മള് ജിമ്മിൽ പോലുണ്ടല്ലൊക്കെ. ജിമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഗോള് 4 ദിവസമാണ് ജിമ്മിൽ പോകുന്നത്. കാരണം വർക്കിനൂടെ പോകുന്നോണ്ട്. അപ്പൊ വീക്കിലി 4 days ഞങ്ങള് എങ്ങനെ പോലും ഹിറ്റ് ചെയ്യും ജിമ്മ്. അപ്പൊ ചില ഡേയ്സ് ഞങ്ങൾ പോയില്ല, കാരണം വീക്കിലി 3 days ഓഫ് എടുക്കാമല്ലോ. വീക്ക് എന്ന് പറയുമ്പോൾ 7 days അല്ലേ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോവാറ്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കുക്കിങ്ങിന്റെ കാര്യം നിഷ പറഞ്ഞ പോലെ അതൊരു വേ ഓഫ് ലൈഫ് സ്റ്റൈലാണ്. അത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ തീരത്തില്ല. അപ്പോൾ അതിന്റെ സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ടാവും. അതേപോലെ തന്നെ ജിമ്മിൻ്റെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ പറ്റുകയാണെങ്കിൽ ചെയ്യാം. പിന്നെ ഇത് നിഷയുടെ ഈവനിങ് റുട്ടീന് സ്കിൻ കെയർ, അത് നിഷ ആ കാര്യങ്ങളൊക്കെ നിഷ പറയും. അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് നിഷ കാണിച്ചു തരുന്നുണ്ടാവും നിങ്ങൾക്ക് പതുക്കെ. ഇത് ചെറിയൊരു വ്ളോഗാണ്, നമ്മള് ചെറിയൊരു വ്ളോഗ് എടുത്തിട്ട് ഞങ്ങൾ കരുതുന്ന ഈവനിങ് പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാന് വർക്ക് ചെയ്യാൻ എത്രയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്റെ ഇതിൽ ഞാൻ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ ഒരു ഇത്. ബേസിക്കലി ഞങ്ങളിതൊക്കെ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ എൻഗേജ് ആയി പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് വെറുതെ സമയം കളയാൻ നമുക്കൊരു എന്താ പറയുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ ഗോൾസ് നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു സെറോട്ടോണിൻ, ഡോപ്പമൈൻ അങ്ങനെയുള്ള ഹോർമോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഞങ്ങളൊക്കെ. നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഇതാ ഞാൻ പാർസൽ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഈ പാർസൽ വന്നിട്ട് 2 ദിവസമായി. ഇപ്പോഴാണ് കേട്ടോ ടൈം കിട്ടിയത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി വരാനുണ്ട്. കുറച്ച് നമ്മൾ ഷീൻ ആപ്പിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുവരെ വന്നിട്ടില്ല. ഇത് നമ്മൾ സ്പോട്ട് ഡയറക്റ്റിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫാസിക്ക് 2 ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്കെച്ചേഴ്സും അതുപോലെ തന്നെ നൈക്കും. 2 നല്ല അടിപൊളി ഷൂ ആണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്ത്. പക്ഷേ ടീഷർട്ട് വന്നിട്ട് വാങ്ങിച്ചതിൽ 2 പേർക്ക് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ 2 ടീഷർട്ട് കറക്റ്റ് അളവാണ് ജിമ്മിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ബാക്കി എൻ്റെതും ഫാസിൻ്റെതും എല്ലാം വലിയ സൈസാണ് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ടീഷർട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ കറക്റ്റ് നമ്മൾ നോക്കി വാങ്ങണം. പിന്നെ ഒരു കുഴപ്പമില്ല, എന്താ പറയുക, 30 ദിവസം വരെ നമുക്ക് റിട്ടേണിൻ്റെതുണ്ട് കേട്ടോ. നമുക്ക് പറ്റിയില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും. 30 ദിവസമാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് റിട്ടേൺ ചെയ്താൽ മതി. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു. പിന്നെ ഒരു ഫുൾ സ്ലീവ് ഉണ്ടായിരുന്നു, അതും എനിക്ക് കറക്റ്റ് ഫിറ്റാണ് ജിമ്മിന് ഇടുന്നത്. ഇതൊന്നും കറക്റ്റ് ഫിറ്റല്ല. ഇത് ഫാസിൻ്റെതും എൻ്റെതും കൂടി മിക്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് റിട്ടേൺ ചെയ്യണം. നാളെ തന്നെ പോയി റിട്ടേൺ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ച് നമുക്ക് പുറത്ത് പോയി ഷോപ്പ് ചെയ്യാമെന്നാണ്, മാളിലൊക്കെ പോയിട്ട്. പക്ഷെ അതിന് സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്രാവശ്യം ഓൺലൈൻ ത്രൂ നമ്മൾ ഷോപ്പിംഗ് ചെയ്തത് കേട്ടോ. കാരണം ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ സ്കിൻ കെയറും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ അൺബോക്സ് ചെയ്തതിന് നമ്മൾ ഉറങ്ങാനുള്ളൊരു തന്ത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഇൻസ്റ്റഗ്രാമിൽ കയറുന്ന റീൽസ് സ്ക്രോൾ ചെയ്യാണ്. കാരണം നമ്മൾ ഡേ അങ്ങനെ ഫോൺ അങ്ങനെ യൂസ് ചെയ്യലില്ല, രണ്ടാളും വർക്കിലാവുമ്പോൾ. ഇപ്പോൾ കിട്ടുന്ന ഈ സമയത്തായിരിക്കും നമ്മുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യാമല്ലോ കേട്ടോ. മെസ്സേജസും ഒരുപാട് മെസ്സേജൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിനൊക്കെ റിപ്ലൈ അയക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.